കെയിലോട്ടൊക്കെ ഞാൻ എത്തുമ്പോഴത്തേക്കും 2016 സമയം. 2016-17 ഞാൻ UK എത്തുന്നത്. അന്ന് അവിടെയും ശ്രീലങ്കയുടെ അതേ അവസ്ഥയാ. അന്ന് ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ലൈക്ക് ലോട്ട്സ്. മലയാളീസ് ഭയങ്കര കുറവാ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കാണുമ്പോ മലയാളിയാണോ ആ സംഭവം ഉണ്ട്. ഇപ്പൊ അതില്ല, എല്ലാരും മലയാളീസാ. നമ്മള് ഇവിടുത്തെ മലയാളീസിനെ കാണുന്ന പോലെ തന്നെ അവിടെ മലയാളീസിനെ കാണാം. എല്ലായിടവും ഒരു അങ്ങനത്തെ ഒരു വൈബായി മാറിയിട്ടുണ്ട് അവിടെ. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു ബിസിനസ് ഉണ്ട്, അതിനൊരു ബിസിനസ്സിന് സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു സമയം ഉണ്ടല്ലോ. അതായത് നമുക്ക് പണിയെടുക്കണ്ട, നമുക്ക് ആളുകളെ വെച്ച് മാനേജ് ചെയ്ത് നമുക്കൊരു ക്യാപിറ്റൽ വെച്ച് റൺ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയാലും ഇവിടെ ഫീസബിൾ ആണെന്ന് തോന്നിയൊരു കാര്യം ഉണ്ടാവില്ല. ആ ഐഡിയ സ്ട്രൈക്ക് ആവുന്നത് എപ്പോഴാണ്? ബ്രോ, എന്റെ ഫസ്റ്റ് ബിസിനസ് ശ്രീലങ്കയിൽ നിന്നാണ്. ഞാൻ അവിടെ റെസ്റ്റോറന്റ് റൺ ചെയ്തോണ്ടിരുന്നതാണ്. ശ്രീലങ്കയിൽ നിന്ന് അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ആൾക്കാര്, ഇഷ്ടമല്ലാത്ത ആൾക്കാർ എന്റെ റെസ്റ്റോറന്റ് തല്ലി തകർത്ത് എന്നെ കയറ്റി വിട്ടതാ. അപ്പൊ അങ്ങനെയാണ് ഞാൻ UK എത്തിപ്പെടുന്നത്. അപ്പൊ പിന്നെ UK പഠിക്കാൻ തന്നെ പോയതാ. നത്തിങ് റിലേറ്റഡ് ടു ബിസിനസ്. താല്പര്യമൊന്നുമില്ല. അവിടെ പോയി പഠിച്ച് ആ സമയത്ത് ഞാൻ പറഞ്ഞു മലയാളീസ് കുറവാന്ന് പറഞ്ഞേ. അങ്ങനെ ഊബർ വിളിച്ചപ്പോ എന്റെ ഊബർ ഡ്രൈവർ എന്റെ ബിസിനസ് പാർട്ണർ ആകെ കിട്ടിയൊരു മലയാളി പുള്ളിയാ. പുള്ളി മലയാളി ആയതുകൊണ്ട് ഇച്ചിരി കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി തന്ന് പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി നമ്മളങ്ങനെ ഒരു ബിസിനസ് ഒക്കെ സംസാരിച്ച് അങ്ങനെ ചെയ്തതാ. ഈസ് വെരി വെൽ സെറ്റിൽഡ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്തു പുള്ളി. പുള്ളി ബിസിനസ് ഒക്കെ റിട്ടയർ ചെയ്ത് പുള്ളി ചില്ലടിച്ചു. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പുള്ളി. അതാണ് UK ഒരു ലൈഫ്. അവിടെ ബിസിനസ് ഒന്നും ആദ്യമൊന്നും പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. UK അങ്ങനെ നമ്മള് എല്ലാം പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണമല്ലോ. സ്ട്രഗ്ലിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സ്ട്രഗ്ലിംഗ് ആ. നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പറ്റും. നമ്മൾ മറ്റേ സിനിമയിൽ പറഞ്ഞല്ലോ, അജേഷിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മൾ ഈ വിട്ടുകൊടുക്കില്ലല്ലോ. എനിക്ക് ഈ ഇടയ്ക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അത്. ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു, തോക്കാൻ താല്പര്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എവിടെ എന്തെങ്കിലും വേണമെന്ന് കാണിക്കും. അൻവിന്റെ ഉള്ളിൽ അങ്ങനെ രാജേഷ് ഉണ്ടായിരുന്നോ? UK-ലും ശ്രീലങ്കയിലൊക്കെ സമയത്ത്? എന്റെ ഉള്ളിൽ എപ്പോഴും അങ്ങനെയാ. എനിക്ക് താല്പര്യമില്ല. തോറ്റു കഴിഞ്ഞാൽ എന്താ, നമുക്ക് പിന്നെയും ഡെവലപ്പ് ചെയ്യണം. തോക്കൊന്നുമില്ല. അതായത് നമ്മളിപ്പോൾ തോക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യുമ്പോഴാണ് തോക്കുന്നത്. നമ്മളൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മടുപ്പിച്ചു, നമുക്ക് നിർത്താം എന്ന് പറയുന്നത് വരെ തോക്കത്തില്ല. എത്ര നഷ്ടത്തിൽ പോലും കുഴപ്പമില്ല, നമ്മൾ തോറ്റിട്ടില്ല. നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് നമ്മൾ തോക്കുന്നത്. നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്നില്ല. ഒരു കാര്യം സ്പെസിഫിക്കലി ചോദിച്ചോട്ടെ, ശ്രീലങ്കയ്ക്ക് 18 വയസ്സിന് മുമ്പാണ് പോകുന്നതല്ലേ പറയുന്നത്. പിന്നെ അവിടെ പോയിട്ട് ഒരു ബിസിനസ് സെറ്റ് ചെയ്തു, ഇപ്പൊ റെസ്റ്റോറന്റ് സെറ്റ് ചെയ്തു, ഇത് തല്ലി തകർക്കപ്പെടണു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തല്ലി തകർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ കൂടി നമ്മൾ ഇന്ത്യക്കാരനായതിന്റെ പേരിൽ തല്ലി തകർക്കെന്ന് പറഞ്ഞാൽ ഞാൻ റെസ്റ്റോറന്റ് അടിച്ച് പൊളിച്ച് നശിപ്പിച്ചു നല്ല ഉദ്ദേശിച്ച് നമ്മുടെ കച്ചവടം അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. ആ ഒരു രീതി അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നേരിടാൻ ഒരു 10-20 വയസ്സിൽ എങ്ങനെയാ, എന്തായിരുന്നു ധൈര്യം, ആരായിരുന്നു മോട്ടിവേഷൻ, എങ്ങനെയാ? ഈ റെസ്റ്റോറന്റിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശ്രീലങ്കയിൽ നമുക്ക് ക്യാഷ് ആയിരിക്കില്ല എപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. എന്റെ പേഴ്സ് ഒന്ന് കളഞ്ഞു പോയപ്പം ഇവിടെ നമ്മൾ ക്യാഷ് അയച്ചാൽ, ഈവൻ ദോ നമ്മൾ തൊട്ടടുത്ത രാജ്യമാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ അയക്കുമ്പോഴത്തേക്ക് ഇച്ചിരി സമയം എടുക്കും അവിടുത്തെ. അങ്ങോട്ടേക്ക് എത്തിപ്പെട്ട് നമ്മൾ USD ഡോളറിലാ ക്യാഷ് അവിടെ എത്തുന്നത്. അപ്പൊ നമ്മൾ വിഡ്രോ ചെയ്യുന്നതനുസരിച്ച് കമ്മീഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഒരു വലിയ എമൗണ്ട് വലിച്ചിട്ടായിരിക്കും കൈ പിടിക്കുന്നത്. ഒരു ദിവസം ഇതെല്ലാം കൂടെ കളഞ്ഞുപോയി, പൈസ എല്ലാം കൂടെ ബസ്സിൽ നിന്ന് പോയി. അപ്പൊ ഞാൻ ജസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിലാണ് പോയി സംസാരിച്ച്, എനിക്ക് ഫുഡ് തരാമോ, ഞാൻ പിന്നീട് പേ ചെയ്യാന്നുള്ള രീതിയിൽ അവർ കാമായിരുന്നു. ഞാൻ പറഞ്ഞ ഇന്ത്യക്കാർ ഇഷ്ടമുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരായിരുന്നു. അതെ, അവിടെ തന്നെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, ഡെയിലി അവിടെ നിന്ന് കഴിക്കുന്നത്. അപ്പൊ അവരോട് വിൻസി കഫേ. അപ്പം അവിടെ പോയി അവരോട് സംസാരിച്ചു. അവർ ഓക്കെ ആണ്, ഫുഡ് തരാം, നോ മാറ്റർ. പിന്നെ അവർ ക്ലോസ് ഡൗൺ ചെയ്യുമായിരുന്നു പെട്ടെന്ന് തന്നെ. അപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യുക, ഞാൻ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. പൈസ എത്തിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, പൈസ എത്തിയില്ല. അങ്ങനത്തെ ഒരു സ്കീമായപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ക്ലോസ് ഡൗൺ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ നഷ്ടത്തിലായതുകൊണ്ട്. അന്നാണ് നമ്മുടെ OYO സെറ്റപ്പ് കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റ് ചെയ്തെടുത്താൽ നന്നായിട്ട് നമുക്ക് സെല്ല് ചെയ്യാവുന്നൊരു രീതി ഉണ്ടല്ലോ. ഈ നഷ്ടപ്പെട്ട പൈസ ഇവിടുന്ന് അപ്പൻ അയച്ചു തരുമ്പോൾ നമ്മൾ ആ പൈസ എടുത്ത് അവിടെ ഇട്ട് ആ റെസ്റ്റോറൻറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് വേറൊരു 6 റെസ്റ്റോറൻറ്റ് നമ്മൾ നമ്മൾ ലീസ് ഔട്ട് ചെയ്ത് റൺ ചെയ്തത്. അത് നന്നായിരുന്നു. ഞാൻ പിന്നെ അതുകൊണ്ടൊക്കെ അവിടെ സർവൈവ് ചെയ്തതും ഫീസ് അടച്ചതും. ഇവിടെ നിന്ന് വരുന്ന ഫീസ് അടയ്ക്കാൻ തന്ന പൈസ കൊണ്ടാണല്ലോ അവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ കച്ചവടത്തിൽ നിന്ന് വരുന്ന പൈസ കൊണ്ട് ഫീസ് അടയ്ക്കണമല്ലോ. ഒരു ലിങ്ക്. എന്ത് ഫുഡാ സെർവ് ചെയ്തായിരുന്നു അവിടെ? ശ്രീലങ്കനായിരുന്നോ ഇന്ത്യനായിരുന്നോ? ശ്രീലങ്കയിലെ നമ്മുടെ ഇവിടുത്തെ എല്ലാം അവിടെ ഉണ്ട്. പുട്ടിനവിടെ പിട്ടു എന്ന് പറയും, അങ്ങനത്തെ വെറൈറ്റി. നമ്മുടെ സംഭവം തന്നെയല്ല അവിടെ. ഫുഡൊക്കെ ചെറിയൊരു ഡിഫറൻസ് എന്നല്ലാതെ കൈൻഡ് ഓഫ് കേരളയും ശ്രീലങ്കയും ഫുഡൊക്കെ ഏകദേശം 95% സിമിലറാണ്. അപ്പൊ നമ്മുടെ അപ്പം അവിടെ അപ്പം ഉണ്ട്, നമ്മുടെ പാലപ്പം
എല്ലാം അവിടെ ഉണ്ട്. ഈ കച്ചവടം മൈൻഡ് സെറ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്കിപ്പോ മറ്റേ ഒരു കഥയുണ്ടല്ലോ, ഒരു അച്ഛൻ പോകുമ്പോ 3 മക്കൾക്കും പൈസ കൊടുത്തു, ഒരാളത് കുഴിച്ചിട്ടു, മറ്റൊരാളത് ഇൻവെസ്റ്റ് ചെയ്തു, മറ്റൊരാളത് കച്ചവടം ചെയ്തു, അങ്ങനെ ഇതുണ്ടല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ. ഈ പൈസ വെച്ചിട്ട് ട്രാൻസ്ഫറിങ്ങും അല്ലെങ്കിൽ ഈ കച്ചവടവും ഇത് ചെറുപ്പം തൊട്ടേ ഉണ്ടോ? ഇതെന്നറിയോ, ജീവിത സാഹചര്യം പഠിപ്പിച്ചതാണ്. നമ്മൾ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവണം നമ്മൾ എന്ത് പേടിക്കാനാ, നമ്മൾ എന്തിനാ പേടിക്കേണ്ട കാര്യമുള്ളത്. കാരണം നമുക്ക് എല്ലാ ആക്ഷനും ഒരു കോൺസിക്വൻസസ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്താൽ മതി. നമുക്ക് പൈസ പോയി ഞാൻ കച്ചവടം ചെയ്ത് കുളവാക്കിയിട്ടുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എന്റെയാണ്, അത് ഞാൻ തിരിച്ച് റീകൂപ്പ് ചെയ്താൽ മതി. അതിപ്പം ബ്രോയിൽ നിന്ന് ഞാനിപ്പോ 500 കൊണ്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബ്രോയ്ക്ക് 500 കൊണ്ട് തിരിച്ച് തരിക എന്നുള്ളതാണ് എന്റെ പരിപാടി. അത് ഞാൻ എങ്ങനെ തരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പൊ ബ്രോയെ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. നമ്മളെ എവിടുന്നെങ്കിലും തിരിച്ചു മറിച്ചിട്ടായാലും കച്ചവടം ചെയ്തിട്ടായാലും തിരിച്ചു വരും. അപ്പൊ ആ ഒരു സെറ്റപ്പ് കച്ചവടം എനിക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. ബ്ലഡ് ഇല്ല ഹെറിഡിറ്ററി ആയിട്ട് എന്റെ അച്ഛൻ ഇപ്പോ പ്രത്യേകിച്ച് ഒരു കോഴി ഫാമൊക്കെ റൺ ചെയ്ത് ഇങ്ങനെ ചില്ലായിട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. അതങ്ങനെ ബ്ലഡ് ലൈനിലുള്ള കാര്യമൊന്നും ബ്ലഡ് ലൈനിൽ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പന്റെ ഫാമിലിയിൽ എവിടെയെങ്കിലും അമ്മയുടെ ഫാമിലിയിൽ എവിടെയെങ്കിലും ആരെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ എനിക്ക് തോന്നാനുള്ള എനിക്ക് ഇതൊക്കെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തത് മാത്രമാണെന്ന് തോന്നുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ലിങ്ക് കിട്ടുമ്പോഴാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പഠിച്ചങ്ങനെ വലിയ ആളായി ഇങ്ങനെ ഹൈ എൻഡ് പൊസിഷനിൽ ഇരിക്കണം എന്നൊന്നുമില്ല. അതിനേക്കാളും മണ്ടയ്ക്ക് ഇരിക്കാൻ ബിസിനസ് ആണല്ലോ നല്ലത്. ഈ ശ്രീലങ്ക പോയ സമയത്ത് നാട്ടിലത്തെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ കുറച്ചൊന്ന് കട്ടാവില്ലേ? ഫ്രണ്ട്ഷിപ്സ് അങ്ങനെ അധികം ഉണ്ടായില്ല എനിക്ക്. ആ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണ് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പുള്ളിയുടെ അടുത്തോട്ട് എത്തിപ്പെടുന്നത്. ആ ഒരു സ്കീം അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായില്ല. ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? ശ്രീലങ്കയിലോട്ട് പോകുന്ന സമയത്താണ് അധികം ഫ്രണ്ട്സ് ഇല്ലാത്തത്. കയ്യിലിരിപ്പ് ആ ഒരു രീതിയിൽ അപ്പോഴാണ് ഫ്രണ്ട്സ് ഇല്ലാതായിരുന്നത്. അതിന് മുമ്പ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ 2 സ്കൂളിലൊക്കെ പഠിച്ച് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഇപ്പൊ സ്റ്റിൽ ഇൻ ടച്ച് കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞ അന്ന് അങ്ങനെ ഇവിടെ നിർത്തി അങ്ങോട്ട് പോവാൻ എന്നെ ഇവിടെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. നീ പോകണ്ട ഞാൻ നിന്നെ മിസ് ചെയ്യും എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഒന്നുമില്ല. അതിപ്പോ ഉണ്ട്. ഇപ്പോഴും ഞാൻ ഭയങ്കര ലിമിറ്റഡാ എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ള കാര്യത്തില്. എന്നെ അവിടെ നിന്ന് ഇവിടെ നിലക്ക് ബ്രോ ഇനി എപ്പോഴും കാണുകയാണെങ്കിൽ ആ എന്റെ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ്. UK-ന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോ ആ ഫ്രണ്ട്സ് എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ തിരിച്ചു പോകുമ്പോഴും അവരെന്റെ കൂടെ തിരിച്ചു കയറും. അതാണ് ഫ്രണ്ട്സ്. അത് നമുക്ക് വേണമെങ്കിൽ വിരലെണ്ണാം. അത്രേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ചില്ലൻ കാം. ലാസ്റ്റ് ബെഞ്ചർ ആയിരുന്നോ മിഡിൽ ബെഞ്ചർ ആയിരുന്നോ? ഞാനോ ബാക്ക് ബെഞ്ചർ. എന്താ ഡൗട്ട്? നമ്മളെ ബ്രോ അങ്ങനൊന്നും ഇല്ല. നമ്മള് പാസ്സായ പോലെ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വലിയൊരു ഫോൾട്ട് ഉണ്ട്. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആരും പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കത്തില്ല. പൈസ ഉണ്ടാക്കുന്ന ഒരാളുടെ അടിയിൽ എങ്ങനെ വർക്ക് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഈവൻ ദോ ഇപ്പം നമ്മള് +1 +2 സയൻസും കൊമേഴ്സും, ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ഈ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാല് ബിസിനസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ബിസിനസ് സ്റ്റഡീസും സബ്ജക്ട് ഹൗ ടു മേക്ക് മണി എന്നല്ല, ഹൗ ടു വർക്ക് ഉണ്ട് സമ്മൺ ഹു മേക്സ് മണി എന്ന ബിഗ് ഡിഫറൻസ് ഉണ്ട് അതിനുള്ളിൽ. അപ്പം അതിൽ നിന്നൊന്നും നമ്മളൊന്നും പ്രത്യേകിച്ച് ഗ്രാസ്പ് ചെയ്തിട്ടില്ല.